മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാം നിമിഷം. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാം നിമിഷം. കാഹളധ്വനിങ്കൽ ചടുചടെ ഉയർത്തിയിടും തിരുമുഖം കാൺമാൻ. ചടുചടെ ഉയർത്തിയിടും തിരുമുഖം കാൺമാൻ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. ഇനി ഭാര്യമാരോടൊരു വാക്ക് പറയട്ടെ. ഈ ഭർത്താക്കന്മാർ സ്നേഹം കാണിക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷേ ഭർത്താക്കന്മാരുടെ മനസ്സിൽ എപ്പോഴും അവരുടെ ജോലി, അവർക്ക് വെച്ചിരിക്കുന്ന ഡെഡ് ലൈൻ, ഇതായിരിക്കും അവരുടെ മനസ്സിൽ. ഇത്ര മണിക്ക് ജോലി ചെയ്ത് തീർക്കണം, ഇന്ന സമയത്ത് അത് സബ്മിറ്റ് ചെയ്യണം, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഭർത്താക്കന്മാർ നടക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഓഫീസിൽ നിന്ന് വന്നാൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് യാത്ര കഴിഞ്ഞ് വന്നാൽ ഉടനെ ഭാര്യമാരോട് വന്ന് വളരെ സ്നേഹപ്രകടനം നടത്താനൊന്നും ചിലപ്പോൾ അവർ തുനിഞ്ഞൊന്നും വരികയില്ല. അങ്ങനെ ചെയ്യണം, അത് നല്ലതാണ്. അപ്പോൾ ഈ ഭർത്താവിന് എന്നോട് ഒരു സ്നേഹവും ഇല്ല എന്ന് ഭാര്യമാർ വിചാരിക്കരുത്. ഭർത്താവിൻ്റെ മനസ്സിൽ വേറെ ഏതാണ്ടെല്ലാം കാര്യം ഓടുന്നത്. അതുകൊണ്ട് നിങ്ങളോട് ആ നിലയിലുള്ള സംസാരം നടത്തിയില്ലെന്നേ ഉള്ളൂ. നിങ്ങളോട് സ്നേഹമില്ല, എൻ്റെ കാര്യത്തിലൊന്നും ഭർത്താവിന് ശ്രദ്ധയില്ല എന്നുള്ള കൺക്ലൂഷനിൽ നിങ്ങൾ എത്തരുത്. ഭർത്താവ് വേറെ ഏതോ സഭയിലെയോ അല്ലെങ്കിൽ ഓഫീസിലെയോ ബിസിനസ്സിലെയോ ഏതോ കാര്യം നിമിത്തം മനസ്സിൽ വിഷമിച്ച് അതെങ്ങനെ പരിഹരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ വീട്ടിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലയിലുള്ളൊരു പെരുമാറ്റം ഉണ്ടായില്ല എന്ന് വിചാരിച്ച് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം ഈ കാര്യത്തിൽ. എന്നാൽ ഭാര്യമാർ പിണങ്ങാനോ വിഷമിക്കാനോ പോകരുത്. ഭർത്താക്കന്മാരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അവർ ചെയ്തു തീർക്കാനുള്ള ജോലി, അവരുടെ മുമ്പിലുള്ള ഡെഡ് ലൈൻ, അവരുടെ സമയപരിധി, അതിനുള്ളിൽ ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്തു തീർക്കാം, അതായിരിക്കും ഭർത്താക്കന്മാർ ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് വർത്താനം പറഞ്ഞില്ല, എൻ്റെ കയ്യെ പിടിച്ചില്ല എന്നൊന്നും അധികമായിട്ട് ചിന്തിച്ച് വിഷമിക്കരുത്. നിങ്ങളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, ഭർത്താവിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ പെരുമാറിയെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അന്യോന്യം മനസ്സിലാക്കാനായിട്ടുണ്ട്. അപ്പോൾ പത്രോസ് പറയാണ്, സ്ത്രീധനം ബലഹീനപാത്രമാണ്, ഇത് മനസ്സിലാക്കി ലിവ് വിത്ത് ദം വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. അറിഞ്ഞു വേണം, അറിവോടുകൂടെ വേണം, ജ്ഞാനത്തോടുകൂടെ വേണം ഭാര്യമാരോട് ഇടപെടുവാൻ. ഭർത്താക്കന്മാരുടെ ഏതെങ്കിലും ഒരു വാക്കോ പെരുമാറ്റമോ ഭാര്യമാർക്ക് പ്രയാസം ഉണ്ടാക്കി എന്ന് മനസ്സിലായാൽ ഉടനടി അത് പരിഹരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ക്ഷമ പറയണമെങ്കിൽ ക്ഷമ പറയുകയും ചെയ്യണം. അപ്പോൾ പ്രയാസങ്ങളൊക്കെ മാറിക്കോളും. അനുദിന ജീവിതത്തിൽ വളരെ അറിവോടും ജ്ഞാനത്തോടും കൂടെ വേണം ഒരുമിച്ച് ജീവിക്കാൻ. മൂന്നാമത് വേദപുസ്തകത്തിലെ പ്രമാണം, റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമ്മൾ നേരത്തെ വായിച്ചു. 15-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് നോക്കുക. റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അവിടെ പറയുന്നത് മറ്റുള്ളവരെ എങ്ങനെ കരുതണം എന്നുള്ളതിനെക്കുറിച്ചുള്ള നല്ല ഒരു പ്രമാണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. റോമൻസ് ചാപ്റ്റർ 15:1. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രമാണം
പ്ലീസ് വൺ അനദർ, അല്ലെങ്കിൽ സെർവ് വൺ അനദർ. അന്യോന്യം പ്രസാദിപ്പിക്കുക, അന്യോന്യം സേവിക്കുക. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സകല മനുഷ്യർക്കും ആവശ്യങ്ങളുണ്ട്. ഓൾ മെൻ ഹാവ് നീഡ്സ്. ശാരീരിക ആവശ്യങ്ങളുണ്ട്, മാനസിക ആവശ്യങ്ങളുണ്ട്, വൈകാരിക ആവശ്യങ്ങളുണ്ട്. മറ്റേ ആളിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അത് നിറവേറ്റുവാൻ ശ്രദ്ധിക്കുന്നതാണ് അന്യോന്യം ശുശ്രൂഷിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ ലോകത്തിൽ മനുഷ്യർ വിവാഹം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? പലരും എൻ്റെ ആവശ്യം നിറവേറ്റാൻ എനിക്കൊരാളെ കിട്ടുക. അപ്പോൾ ആ ആളുടെ മനോഭാവം എപ്പോഴും ഡിമാൻഡിങ് ആയിരുത്തും. യു ഗിവ് മീ ദിസ്, യു ഗിവ് മീ ദിസ്. നീ എനിക്ക് തരണം, നീ എനിക്ക് സ്നേഹം തരണം, നീ എനിക്ക് കരുതൽ തരണം, നീ എനിക്ക് ശ്രദ്ധ തരണം, നീ എനിക്ക് തരണം. അതാണ് ലോകത്തിൻ്റെ ചിന്താഗതി. എന്നാൽ ക്രിസ്തീയ പ്രമാണമെന്ന് പറയുന്നത് ഐ വാണ്ട് ടു സെർവ് യു. ടു ക്രിസ്ത്യൻസ് എൻറ്റർ ഇൻ ടു മാരേജ് ടു ടേക്ക് കെയർ ഓഫ് ഈച്ച് അതർ. അതാണ് അവിശ്വാസികളും വിശ്വാസികളുമായിട്ടുള്ള വ്യത്യാസം. ലോകത്തിൽ രണ്ടുപേരും വിവാഹം കഴിക്കുന്നത് എൻ്റെ കാര്യം നിറവേറ്റാൻ ചെയ്യാൻ എനിക്കൊരാളെ കിട്ടുക, ആ ആൾ എന്നെ സെർവ് ചെയ്യണം. എന്നാൽ വിശ്വാസികളുടെ പ്രമാണം, ഞാൻ വിവാഹബന്ധത്തിൽ പ്രവേശിക്കുന്നത് മറ്റൊരു ദൈവ പൈതലിൻ്റെ ആവശ്യം നിറവേറ്റുവാനുള്ള പ്രിവിലേജ് ദൈവം എനിക്ക് തരികയാണ്. ആ ആളുടെ ആവശ്യം ഞാൻ നിറവേറ്റണം. അപ്പോൾ വിവാഹ ജീവിതം സന്തോഷമായിട്ട് നയിക്കണമെങ്കിൽ നമ്മുടെ സ്ലോഗൻ എന്തായിരിക്കണം എന്നറിയാമോ? നമ്മുടെ മുദ്രാവാക്യം, മീറ്റ് ദ നീഡ് ഓഫ് ദി അതർ പേഴ്സൺ ആൻഡ് യുവർ നീഡ് വിൽ ഓട്ടോമാറ്റിക്കലി ബി മെറ്റ്. മറ്റേ ആളിൻ്റെ ആവശ്യം നിറവേറ്റുന്നതിൽ ശ്രദ്ധിക്കുക. അപ്പോൾ നിന്റെ ആവശ്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിറവേറ്റപ്പെട്ടുകൊള്ളും. അപ്പോൾ വിവാഹത്തിൽ ഒരു ഭർത്താവ് എപ്പോഴും നോക്കേണ്ടത് എന്താണെന്നറിയാമോ? എൻ്റെ ഭാര്യയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യം എന്ന് പറയുന്നത് ശാരീരികമായ ആവശ്യങ്ങളുണ്ട്, അത് നോക്കണം. അതിൻ്റെ കാര്യമല്ല ഇപ്പം പ്രധാനമായി പറയുന്നത്. ആത്മീയവും മാനസികവും ഉള്ള ആവശ്യങ്ങൾ. എൻ്റെ ഭാര്യയ്ക്ക് സെൻസ് ഓഫ് സെക്യൂരിറ്റി ആവശ്യമുണ്ട്, സുരക്ഷിതത്വ ബോധം ആവശ്യമുണ്ട്, അത് ഞാൻ കൊടുക്കണം. എൻ്റെ ഭാര്യയ്ക്ക് സ്നേഹം ആവശ്യമുണ്ട്, അത് ഞാൻ കൊടുക്കണം. എൻ്റെ ഭാര്യയ്ക്ക് കരുതപ്പെടുന്നു എന്നുള്ള വിചാരം ആവശ്യമുണ്ട്, അത് ഞാൻ കൊടുക്കണം. അവളെ എനിക്ക് വളരെ കരുതലാണ്, അവൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടവളാണ് എന്നുള്ള ആ ചിന്ത, അത് ഞാൻ അവൾക്ക് കൊടുക്കണം. അതുപോലെ തിരിച്ചും ഭർത്താവിന് മാനം ആവശ്യമുണ്ട്. ഭർത്താക്കന്മാർ മാനം ആഗ്രഹിക്കുന്നവരാണ്. മാനമെന്ന് പറഞ്ഞാൽ ശിരസ്ഥാനം എന്ന നിലയ്ക്ക് എൻ്റെ അധികാരത്തെ, എൻ്റെ ലീഡർഷിപ്പിനെ ഭാര്യ മാനിക്കുന്നു എന്നുള്ള ആ ചിന്ത ഭർത്താവിന് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ ഭാര്യ എന്നെ മാനിക്കുന്നില്ല, എൻ്റെ ശിരസ്ഥാനം അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു ഭർത്താവിന് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സഹോദരിമാർ ഒരു കാര്യം ഓർക്കണം, ഭർത്താക്കന്മാരുടെ ലീഡർഷിപ്പ് എപ്പോഴും നിങ്ങൾ മാനിക്കണം. അവർക്ക് കൊടുക്കേണ്ട മാനം നിങ്ങൾ കൊടുക്കണം. ഭർത്താക്കന്മാരെ കൊച്ചാക്കി മറ്റാരുടെയും മുമ്പിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഭർത്താവിനെ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല, ഭർത്താവിന് ഒരു സ്ഥാനവും കൊടുക്കുന്നില്ല എന്ന് ഭർത്താക്കന്മാർക്ക് ഒരിക്കലും തോന്നരുത്. അപ്പോൾ മറ്റേ ആൾക്ക് എന്താണോ ആവശ്യം, മാനമാണോ, സ്നേഹമാണോ, ബഹുമാനമാണോ, അംഗീകാരമാണോ, അത് അന്യോന്യം കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. അതാണ് സെർവിങ് വൺ അനദർ എന്ന് പറഞ്ഞാൽ. അന്യോന്യം സേവിക്കണം. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ കർത്താവാണ് മാതൃക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ റോമാലേഖനത്തിൽ ആദ്യം വായിച്ചപ്പോൾ അന്യോന്യം സ്വീകരിക്കണം. എങ്ങനെ സ്വീകരിക്കണം? ക്രിസ്തു സ്വീകരിച്ചതുപോലെ സ്വീകരിക്കണം. പിന്നെ ഇപ്പം നമ്മൾ വായിച്ചെടുത്ത് അന്യോന്യം പ്രസാദിപ്പിക്കണം. എന്നിട്ട് അവിടെ ക്രിസ്തുവിൻ്റെ കാര്യമാണ് ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. മർക്കോസ് 10:45 പറഞ്ഞിട്ടുണ്ട്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അപ്പോൾ ക്രൈസ്റ്റ് ഡിഡ് നോട്ട് കം ടു സെർവ് ബട്ട് ഹീ കെയിം ടു ബി സെർവ്. അതാണ് നമ്മുടെ മാതൃക. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ മാതൃക അതായിരിക്കണം. അപ്പോൾ വൈ ഡു ഐ ഗെറ്റ് മാരിഡ്? ഞാൻ എന്തിനാ വിവാഹം കഴിക്കുന്നത്? എൻ്റെ കാര്യങ്ങളെല്ലാം നടത്താൻ ഒരാളെ എനിക്ക് കിട്ടാൻ അല്ല.
ഞാൻ മറ്റൊരാളുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട് ദൈവം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരിക. ആ ആളെ സ്നേഹിക്കാൻ, ആ ആളെ കരുതാൻ, ആ ആളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ദൈവം എനിക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റിയാണ് വിവാഹം എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തീയ കാഴ്ചപ്പാട്. അപ്പോൾ മാരേജ് ഈസ് ടു പീപ്പിൾ മ്യൂച്വലി ലേയിങ് ഡൗൺ ദെയർ റൈറ്റ്സ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി അതർ. വളരെ നല്ലൊരു വാചകമാണ്. എന്താ വിവാഹം എന്ന് പറഞ്ഞാൽ? ക്രിസ്തീയ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്ത്യൻ മാരേജ് ഈസ് നോട്ട് എ പ്ലേസ് വേർ യു ഗെറ്റ് സമ്മൺ ടു മീറ്റ് യുവർ നീഡ്. നോ, എൻ്റെ ആവശ്യം നിറവേറ്റാൻ ഒരാളെ ഞാൻ കണ്ടുപിടിക്കുന്നതല്ല ക്രിസ്തീയ വിവാഹം. Christian marriage is a place where we mutually agree to lay down our rights for the benefit of the other. മറ്റേയാളിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ അവകാശങ്ങൾ വേണ്ട എന്ന് വെച്ച് അന്യോന്യം സേവിക്കുന്ന രംഗമാണ് ക്രിസ്തീയ വിവാഹം. എത്ര മഹത്തരമായ, എത്ര ഉന്നതമായ ഒരാശയമാണ്. ക്രിസ്തു നമ്മെ ശുശ്രൂഷിച്ചു. അവൻ വന്നത് ശുശ്രൂഷ മേടിക്കാനല്ല, ശുശ്രൂഷ കൊടുക്കാനാണ്. അതാണ് നമ്മുടെ മാതൃക. ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിൽ എൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഭാര്യയുടെ ശുശ്രൂഷ എനിക്ക് എന്തോരം ഇങ്ങോട്ട് കിട്ടുമെന്ന് നോക്കുകയല്ല എൻ്റെ വിവാഹ ജീവിതത്തിലെ ലക്ഷ്യം. സോ ഇൻ ക്രിസ്ത്യൻ മാരേജ് സെൽഫ് റൈറ്റ്സ് ആർ ഫർഗോട്ടൺ ആൻഡ് ഈച്ച് വൺ തിങ്സ് ഓഫ് ദി അതർ. ക്രിസ്തീയ വിവാഹത്തിൽ അവരവരുടെ അവകാശങ്ങൾക്ക് സ്ഥാനമില്ല. നീ എൻ്റെ കാര്യം നോക്കണം, നീ എന്നെ പ്ലീസ് ചെയ്യണം. അല്ല, ഞാൻ നിൻ്റെ കാര്യം നോക്കിക്കോളാം, ഞാൻ നിന്നെ പ്ലീസ് ചെയ്യാം, ഞാൻ നിന്നെ സഹായിക്കാം. ആ മനോഭാവം ഞാൻ പുലർത്തുമ്പോൾ എൻ്റെ അവകാശങ്ങൾ ദൈവം തന്നെ മീറ്റ് ചെയ്യാനുള്ള വഴി ഉണ്ടാക്കിക്കൊള്ളും. സെൽഫ് റൈറ്റ്സ് ആർ ഫർഗോട്ടൺ ആൻഡ് ഈച്ച് വൺ തിങ്സ് ഓഫ് ദി അതർ. നാം നമ്മുടെ തന്നെ സന്തോഷവും സംതൃപ്തിയും വിവാഹ ജീവിതത്തിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ നാം നിരാശപ്പെടും. നീ എന്നെ സേവിക്കണമെന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവളുടെ ഭാഗത്ത് എന്തേലും കുറവുണ്ടായാൽ എനിക്ക് നിരാശയാണ്. എന്നാൽ നീ എന്നെ സേവിക്കുന്നത് നിൻ്റെ കാര്യമാണ്, എൻ്റെ ജോലി നിന്നെ സേവിക്കുക എന്നുള്ളതാണ്. ആ മനോഭാവം പുലർത്തിയാൽ ഒരിക്കലും നിരാശയ്ക്ക് അവകാശമില്ല. സോ ഐ ഗിവ് അപ്പ് മൈ റൈറ്റ്സ് voluntarily to serve my wife or my husband, and that brings me satisfaction in life. ഇത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. ഇതൊരു ഇമാജിനറി സ്റ്റോറിയാണ്. ഒരു വനത്തിൽ, കാട്ടിൽ വളരെ നാളായിട്ട് മഴ പെയ്യാഞ്ഞുകൊണ്ട് വലിയ ഡ്രൗട്ടുണ്ടായി, വരൾച്ചയുണ്ടായി. മൃഗങ്ങൾക്കൊന്നും വെള്ളം കിട്ടുന്നില്ല. മൃഗങ്ങളെല്ലാം പരക്കം പായാണ് വെള്ളത്തിന് വേണ്ടി. അപ്പോൾ ഒരു രണ്ട് ആനകൾ, ഒരു ഭാര്യയും ഭർത്താവും എന്ന് വിചാരിച്ചു, രണ്ട് ആനകൾ കൊമ്പനാനയും പിടിയാനയും വെള്ളം തേടി ഇങ്ങനെ നടക്കുക. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവർക്ക് ഒരു കുളത്തിൽ അല്പം വെള്ളം കണ്ടു. അപ്പോൾ ഈ ആണാന പെണ്ണാനോട് പറഞ്ഞു, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നിനക്ക് ഭയങ്കര ദാഹമാണല്ലോ, നീ കുടിക്കത്. അപ്പോൾ ഭാര്യ പറഞ്ഞു, അയ്യോ ഇല്ല, നിങ്ങൾക്കാണല്ലോ ഭയങ്കര ദാഹം, ഇവിടെ നിങ്ങൾ ആദ്യം കുടിക്കുക, പിന്നെ ബാക്കി ഉണ്ട് ഞാൻ കുടിക്കാം. അപ്പോൾ ഭർത്താവ് പറഞ്ഞല്ല, അങ്ങനല്ല, നീ ആദ്യം കുടിക്കുക, നീ കുടിച്ചിട്ട് പിന്നെ വേണേൽ ഞാൻ കുടിക്കാം. ഭാര്യ പറഞ്ഞല്ലോ, അങ്ങനെയല്ല, നിങ്ങളല്ലേ ഭർത്താവ്, നിങ്ങൾ കുടിക്കുക. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ അവർ പറഞ്ഞു, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വേറെ മൃഗങ്ങളും എല്ലാം വന്ന് ഇപ്പോൾ ഈ വെള്ളം കുടിച്ച് തീർക്കും, അതിനു മുമ്പേ നമുക്ക് കുടിക്കാം. അപ്പോൾ അവർ തീരുമാനിച്ചു, രണ്ടുപേരും കൂടെ ഒരുമിച്ച് കുടിക്കാമെന്ന് തീരുമാനിച്ചു. തുമ്പിക്കൈ രണ്ടുപേരുടെയും കൂടെ തുമ്പിക്കൈ വെള്ളത്തിൻ്റെ മുകളിൽ സർഫസിലോട്ട് ഇടുക, രണ്ടുപേരും ഇങ്ങനെ കൈവെക്കുക. എന്നിട്ട് 1 2 3 എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് കുടിക്കുക. അപ്പോൾ രണ്ടുപേരുടെ ദാഹം തീരും. അപ്പോൾ അവർ സമ്മതിച്ചു, രണ്ടുപേരും ഇങ്ങനെ തുമ്പിക്കൈ വെള്ളത്തിൻ്റെ മുകളിലിട്ടു. ഭർത്താവാന 1 2 3 എന്ന് പറഞ്ഞു. പക്ഷേ ഈ വാട്ടറിൻ്റെ ലെവൽ താഴോട്ട് പോകുന്നില്ല, ലെവൽ അങ്ങനെ തന്നെ നിൽക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? രണ്ടുപേരും കുടിക്കുന്നില്ല. ഈ കൊമ്പനാന വിചാരിച്ചിരിക്കുക അവൾ കുടിക്കട്ടെന്ന്, അവൾ വിചാരിച്ചിരിക്കുക അവൻ കുടിക്കട്ടെ എന്ന്. ഇത് നല്ലൊരു ഉദാഹരണമാണ്. വെറും ഇമാജിനേഷൻ ആണെങ്കിലും ഇത് നല്ലൊരു ഉദാഹരണമാണ്. എന്താ ഈ ഉദാഹരണം പഠിപ്പിക്കുന്നത്?
മറ്റേ ആളിന് തൃപ്തി വരണം, മറ്റേ ആളിനെ സെർവ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് എൻ്റെ തൃപ്തി വിഷയമല്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ സെർവിങ് വൺ അനദർ മീൻസ് ഐ ഗിവ് അപ്പ് മൈ ഓൺ റൈറ്റ്സ് ഇൻ മാരേജ് ആൻഡ് ഐ സീക്ക് ടു മീറ്റ് ദ നീഡ് ഓഫ് മൈ പാർട്ട്ണർ. അൺസെൽഫിഷായിട്ടുള്ള സമർപ്പണം. പ്രിയപ്പെട്ടവർ, ഇത് ക്രിസ്തീയമായ നിലയിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ആദാമ്യ സന്തതികളായി നമുക്ക് സ്വാഭാവികമായി ഇത് സാധിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ ഉളവാവുകയും പരിശുദ്ധാത്മ നിറവിൻ്റെ ജീവിതം നാം നയിക്കുകയും ചെയ്താൽ മാത്രമേ ഈ നിലയിലുള്ള മനോഭാവം കുടുംബജീവിതത്തിൽ പുലർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? മൈ വൈഫ് ഹാസ് നീഡ്സ്, ഐ എം കമ്മിറ്റഡ് ടു മീറ്റ് ഹെർ നീഡ്സ്. ഭാര്യയുടെ മനോഭാവം എന്താണ്? മൈ ഹസ്ബൻഡ് ഹാസ് നീഡ്സ്, ഐ എം കമ്മിറ്റഡ് ടു മീറ്റ് ഹിസ് നീഡ്സ്. ഇങ്ങനെ രണ്ടുപേരും വിചാരിച്ച് അന്യോന്യം ശുശ്രൂഷിക്കുക. അപ്പോൾ ക്രിസ്ത്യൻ മാരേജ് ഇസ് എ പ്ലേസ് വേർ ടു പീപ്പിൾ മ്യൂച്വലി അഗ്രീ ടു ലേ ഡൗൺ ദെയർ റൈറ്റ്സ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി അതർ. ദൈവം നമ്മെ സഹായിക്കട്ടെ. എത്ര ഉന്നതമായ നിലവാരമാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഒരു പ്രമാണം യോഹന്നാൻ്റെ സുവിശേഷത്തിലും മറ്റു പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ വാക്യം തന്നെ നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 15 and verse 12. അവിടെ നമ്മുടെ കർത്താവ് തന്നെ പഠിപ്പിച്ച പ്രമാണമാണ്. ഒന്നിലധികം പ്രാവശ്യം അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 15-12 വായിച്ച് ആരംഭിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. ഇവിടുത്തെ പ്രിൻസിപ്പിള് ലവ് വൺ അനദർ, തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ഇവിടെ കർത്താവ് പറയുമ്പോൾ എല്ലാവർക്കുമായുള്ള കൽപ്പനയായിട്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യമല്ല പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത്. ഒരു പൊതു കൽപ്പനയായിട്ട് നമ്മളിത് എടുക്കുകയാണ്. എന്താ അത്? അന്യോന്യം സ്നേഹിക്കുക. ഇവിടെ പ്രായോഗികമായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, വേദപുസ്തകത്തിൽ സ്നേഹം എന്ന് പറയുന്നത് എന്താ? വാട്ട് ഈസ് മെന്റ് ബൈ ലവ് ഇൻ ദ ബൈബിൾ? വേദപുസ്തകത്തിൽ സ്നേഹമെന്ന് പറയുന്നത് ഇഷ്ടപ്പെടലല്ല. ഈ തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിൽ ലൈക്കിംഗ് ആൻഡ് ലവിങ്, ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക. ഹിന്ദിയിൽ പസന്ത് കർണ എന്ന് പറയും, ഇഷ്ടപ്പെടുക, പസന്ത് കർണ. എന്താണ് ഇഷ്ടപ്പെടലും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം? അന്യോന്യം ഇഷ്ടപ്പെടണമെന്ന് വേദപുസ്തകത്തിൽ എങ്ങും വാക്യമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലൈക്ക് വൺ അനദർ എന്ന വേദപുസ്തകത്തിൽ എങ്ങും ഇല്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാം കറങ്ങിപ്പോയാൽ. ബൈബിൾ ഈസ് എ വെരി പ്രാക്ടിക്കൽ ബുക്ക്. 1 പത്രോസിലെ നമ്മൾ പറഞ്ഞല്ലോ, സ്ത്രീജനം വിലകയിൽ മാത്രമെന്ന് ഓർത്ത് അവരോടുകൂടെ വസിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന എന്തൊരു പ്രാക്ടിക്കൽ അഡ്വൈസാണ്. അതുപോലെ ഒരു പ്രാക്ടിക്കൽ അഡ്വൈസാണ് ലവ് വൺ അനദർ എന്നേ പറഞ്ഞിട്ടുള്ളൂ, ലൈക്ക് വൺ അനദർ എന്ന് പറഞ്ഞിട്ടില്ല. എന്താ ലൈക്കിംഗ് എന്ന് പറഞ്ഞാൽ? എൻ്റെ മനസ്സിന് ഇണങ്ങുന്നൊരു കാര്യം വേറൊരാളിൽ ഞാൻ കാണുമ്പോൾ അതിനോട് എനിക്കുണ്ടാകുന്ന അഭിനിവേശമാണ് ലൈക്കിംഗ്, ഇഷ്ടപ്പെടൽ. ഇപ്പോൾ എനിക്ക് പാട്ട് വളരെ ഇഷ്ടമാണ്. ഒരു നല്ല പാട്ടുകാരനെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. അത് സ്നേഹമല്ല, പാട്ടും തമ്മിലുള്ള അട്രാക്ഷനാണ്. മദ്യപന്മാർ തമ്മിലും ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ? കള്ളു കുടിക്കാൻ ഒരുമിച്ച് പോകാം, അളിയാന്നൊക്കെ വിളിച്ച് 2 പേർക്കൂടെ തോളത്ത് കൈയിട്ട് ഒരുമിച്ച് കള്ള് ഷാപ്പിൽ പോവാം. അതിനുള്ള ഇഷ്ടമാണ്. അത് ക്രിസ്തീയ സ്നേഹമാണോ? അത് ക്രിസ്തീയ സ്നേഹമല്ല. ക്രിസ്തീയ സ്നേഹമെന്ന് പറയുന്നത് ഇഷ്ടപ്പെടലല്ല. ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ളൊരു കാര്യം നിന്നിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സമാനമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നമുക്ക് വരുന്ന ആകർഷണമാണ് ഇഷ്ടം. ഗോഡ് സോ ലൈക്ക് ദ വേൾഡ് എന്ന് വേദപുസ്തകത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. ജോൺ 3:16 എങ്ങനെയാ? ഗോഡ് സോ ലൈക്ക് ദ വേൾഡ് എന്നല്ല, ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് എന്നാണ്. ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ
അന്യോന്യം ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ഇഷ്ടമല്ല, അപ്പം എന്തു ചെയ്യും? ഞാൻ സംസാരിക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടമല്ല, എൻ്റെ ചിരി നിങ്ങൾക്ക് തീരെ പിടിക്കുന്നില്ല. ഇതൊക്കെ പിടിക്കണമെന്ന് വേദപുസ്തകത്തിലെങ്കിലും പറഞ്ഞിട്ടുമില്ല. നിങ്ങൾക്ക് ചിലരെയൊക്കെ ഇഷ്ടമല്ലേ? അതിനകത്തൊരു കുഴപ്പമില്ല. എനിക്കും എല്ലാവരെയും ഇഷ്ടമല്ല. അതിനകത്ത് പാപവുമില്ല, തെറ്റുമില്ല. പക്ഷേ എല്ലാവരെയും സ്നേഹിക്കണം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? എനിക്ക് വേറൊരാളെ ഇഷ്ടമല്ലാതിരിക്കുമ്പോൾ തന്നെ, അതായത് വേറൊരാളുടെ ചില സ്വഭാവ ഗുണമോ പെരുമാറ്റമോ ഇഷ്ടമല്ലാതിരിക്കെ തന്നെ ഞാൻ അയാളെ സ്നേഹിക്കണം. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഗ്രീക്കിൽ അഗപ്പെ എന്നുള്ള വാക്കാണ് ഏറ്റവും ഉയർന്ന സ്നേഹത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. യോഹന്നാൻ 3:16 ആ വാക്കാണ്. എഫേസർ 5 ഭർത്താക്കന്മാരോട് ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ആ വാക്കാണ്. 1 കൊരിന്ത്യർ 13 ആ വാക്കാണ്. അഗപ്പെ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അഗപ്പെ ഈസ് നോട്ട് ലൈക്കിംഗ്. അഗപ്പെ ഇഷ്ടപ്പെടലല്ല. അഗപ്പെ ഈസ് എ കമ്മിറ്റ്മെൻറ്റ് ഫോർ ദി അൾട്ടിമേറ്റ് വെൽബീയിങ് ഓഫ് ദി അതർ പേഴ്സൺ. മറ്റേ ആളിൻ്റെ ആത്യന്തിക നന്മയ്ക്കായുള്ള എൻ്റെ സമർപ്പണമാണ് അഗപ്പെ. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തിന് ലോകത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നല്ല. ലോകത്തിലെ പല കാര്യവും ദൈവത്തിന് ഇഷ്ടമല്ല. പിന്നെന്താ അതിൻ്റെ അർത്ഥം? ലോകത്തിലുള്ള മനുഷ്യരുടെ ആത്യന്തികമായ നന്മ ദൈവം ആഗ്രഹിച്ച് തൻ്റെ പുത്രനെ അതിനു വേണ്ടി ലോകത്തിലേക്ക് അയച്ചു. അതാണ് യോഹന്നാൻ 3:16 അർത്ഥം. എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യവും ദൈവത്തിന് ഇഷ്ടമല്ല, പക്ഷെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ നന്മ, ഗുണം, അതാണ് എപ്പോഴും ദൈവം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നത്. അതാണ് സ്നേഹം. അപ്പോൾ അന്യോന്യം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അന്യോന്യം എല്ലാം ഇഷ്ടപ്പെടുക എന്നല്ല, അന്യോന്യം എല്ലാം സമ്മതിക്കുക എന്നല്ല. പിന്നെന്താ അതിൻ്റെ അർത്ഥം? മറ്റേ ആളിൻ്റെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണം വരുന്ന കാര്യം, നിങ്ങളുടെ ഏറ്റവും നന്മ അതാഗ്രഹിച്ച് അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്യുവാനുള്ള സമർപ്പണമാണ് എൻ്റെ സ്നേഹം. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഗുണകരമായതും നന്മയായതും എന്താണോ അത് ദൈവം ആഗ്രഹിച്ച് അതിനായി ദൈവം പ്രവർത്തിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം യാതൊരു തിന്മയും നമ്മെ ആരെക്കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ ചില പ്രയാസവും വിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവം എന്നെ കുഴപ്പത്തിലാക്കുകയുള്ളൂ ഈ പ്രാവശ്യം എന്ന് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, അല്ലേ? അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? ഈ പ്രാവശ്യം ദൈവം എന്നെ കുഴപ്പത്തിലാക്കും. ദൈവം ആരും കുഴപ്പത്തിലാക്കുകയില്ല. നിങ്ങൾക്കറിയാമോ അത്? നമ്മളെ കുഴപ്പത്തിലാക്കണമായിരുന്നെങ്കിൽ കർത്താവ് ക്രൂശിൽ മരിക്കണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഏറ്റവും വലിയ കുഴപ്പമാകുന്ന നരകത്തിൽ ചെന്ന് ചാടിയാൻ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്ന് ക്രൂശിൽ മരിച്ചെങ്കിൽ, റോമലേഖനം എന്താ പറയുന്നത്? ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് ഒരു കുഴപ്പവും വരരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, എനിക്കൊരു നാശവും വരരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ഞാൻ ഏറ്റവും നല്ലത് പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാൽവറിയിലെ ക്രൂശ്. യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചെങ്കിൽ എനിക്കൊരു ദോഷവും ദൈവം ആഗ്രഹിക്കുന്നില്ലെന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ ദൈവം എന്നെ കുഴപ്പത്തിലാക്കുമെന്ന് ആരും ഒരിക്കലും പറയല്ലേ. ദൈവം ആരെയും കുഴപ്പത്തിലാക്കുന്നില്ല. കുഴപ്പത്തിലാക്കാനായിരുന്നേ നിങ്ങളെ രക്ഷിക്കണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി മരിക്കണ്ടായിരുന്നു. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ആത്യന്തിക നന്മ ആഗ്രഹിക്കുന്നു. അപ്പോൾ ലവ് വൺ അനദർ, അതാണ് നമ്മുടെ വിഷയം. അതിൻ്റെ അർത്ഥം എന്താ? നോട്ട് ദാറ്റ് യു ലൈക്ക് വൺ അനദർ, യു മേ നോട്ട് ലൈക്ക് എവറിഥിങ് അബൌട്ട് യുവർ വൈഫ്. നിൻ്റെ ഭാര്യയുടെ എല്ലാ കാര്യവും ചിലപ്പോൾ നിനക്ക് ഇഷ്ടമല്ലായിരിക്കും, ഭർത്താവിൻ്റെ എല്ലാ കാര്യവും നിനക്ക് ഇഷ്ടമല്ലായിരിക്കും. സാരമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ ആത്യന്തികമായ നന്മ, എൻ്റെ ഭാര്യയുടെ ഏറ്റവും ഉത്തമമായ നില അതാഗ്രഹിച്ച് അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്യും. അതാണ് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നെങ്കിൽ അവളിൽ ചില വീക്ക്നെസ് ഒക്കെ ഉണ്ട്, അതെനിക്കിഷ്ടമല്ല, അവളുടെ ചില സ്വഭാവ വൈകല്യങ്ങൾ. പക്ഷെ ഞാൻ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയുമെന്നറിയാമോ?
ഐ ഡോണ്ട് ലൈക്ക് ദീസ് വീക്ക്നെസ്സസ് ഇൻ യു, ബട്ട് ഐ വിൽ സപ്പോർട്ട് യു ടു ഗെറ്റ് ഓവർ ദീസ് വീക്ക്നെസ്. ഭർത്താവിൻ്റെ ചില സ്വഭാവങ്ങളൊന്നും എനിക്കിഷ്ടമല്ല, പക്ഷേ ഞാൻ ഭർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നിൻ്റെ ചില സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും എനിക്കിഷ്ടമല്ലെങ്കിലും അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഞാൻ നിൻ്റെ കൂടെ നിന്ന് നിന്നെ സഹായിക്കും. കാരണം നിൻ്റെ ആത്യന്തികമായ നന്മയാണ് എൻ്റെ ലക്ഷ്യം, അതാണ് സ്നേഹം. അപ്പോൾ ഭാര്യയും ഭർത്താവും അന്യോന്യം സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ അന്യോന്യം ആത്യന്തിക നന്മയ്ക്കായുള്ളത് കരുതണമെന്നാണ് അതിൻ്റെ അർത്ഥം. So, do you seek the ultimate well-being of your wife? Do you seek the ultimate well-being of your husband? ഒടുവിലായിട്ട് ഒരു പ്രമാണം കൂടെ, അത് വളരെ പ്രധാനപ്പെട്ടാണ്. That is, forgive one another. അന്യോന്യം ക്ഷമിക്കുക. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ക്ഷമയെക്കുറിച്ച് പല വാക്യങ്ങൾ പുതിയ നിയമത്തിൽ നല്ല നല്ല വാക്യങ്ങളുണ്ട്. കൊലോസ് ലേഖനം 3:12 അതിൽ 1 ആ വാക്യം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ദൈവത്തിന് വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സൊലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വാക്യങ്ങൾ പ്രത്യേകിച്ച് ഭാര്യാഭർത്താക്കന്മാർക്ക് എഴുതിയിരിക്കുന്നതല്ല. കൊലോസ്യ ലേഖനത്തിലെ ഈ വാക്യം സഭയിലുള്ള വിശ്വാസികൾ എല്ലാവരും പാലിക്കാൻ എഴുതിയിരിക്കുന്ന. എന്നാൽ പിന്നെ നമ്മൾ എന്തിനാ ഭാര്യാഭർത്താക്കന്മാരുടെ കാര്യത്തിൽ ഈ വാക്യം ഇപ്പോൾ പറയുന്നത്? ഏറ്റവും അടുത്ത ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതാണ്. അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളിലും നാം ഈ പ്രമാണം പ്രയോഗിക്കണമെന്ന് പറയുമ്പോൾ ഒന്നാമത് നാം ഈ പ്രമാണം പ്രയോഗിക്കേണ്ടത് ഭാര്യാഭർത്തൃ ബന്ധത്തിലാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അന്യോന്യം ക്ഷമിക്കണം. പിന്നെ ഒരുവനോട് വഴക്കുണ്ടായാൽ, ബൈബിൾ വളരെ പ്രാക്ടിക്കലാണെന്നുള്ളതിന് അടുത്ത തെളിവായത്. നിങ്ങളെല്ലാം വിശ്വാസികളായതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഒരു വഴക്കം ഉണ്ടാകുകയില്ല എന്നല്ല വേദപുസ്തകം പറയുന്നത്. വഴക്കുണ്ടാക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ മനുഷ്യരായതുകൊണ്ട്, നമ്മളെല്ലാവരും വ്യത്യസ്തരായതുകൊണ്ട്, പല ചിന്താഗതികളുള്ളവരായതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയും സഭയായിട്ട് തന്നെ ഒരുമിച്ച് ജീവിക്കുകയും ഫങ്ഷൻ ചെയ്യുമ്പോൾ പല തെറ്റിദ്ധാരണകളും പ്രയാസങ്ങളും ഉണ്ടാകാം. ഭാര്യയും ഭർത്താവുമാണ് ഏറ്റവും അടുത്ത് ഇടപെടുന്നത്. 24 മണിക്കൂറും ചെറുതും വലുതുമായ സകല കാര്യങ്ങളിലും രാവും പകലും ഒരുമിച്ച് ചിന്തിച്ച് ആലോചിച്ച് പ്ലാൻ ചെയ്ത് ഓരോ ചുവടും മുമ്പോട്ട് വെച്ച് പോകുമ്പോൾ പലതരത്തിലുള്ള ഇറിറ്റേഷൻ, ദേഷ്യം, പിണക്കം, ഇഷ്ടക്കേട് ഭാര്യയും ഭർത്താവും തമ്മിൽ വരാം. ഒരുവനോട് വഴക്കുണ്ടാകാം. വഴക്കുണ്ടാക്കരുത്, പക്ഷെ ഉണ്ടായിപ്പോകും. അങ്ങനെ വന്നാൽ എന്തു ചെയ്യണം? നിങ്ങൾ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ കുടുംബജീവിതത്തിൽ നമ്മൾ മനുഷ്യരായതുകൊണ്ട് ചില തരത്തിലുള്ള പ്രയാസങ്ങളോ തെറ്റിദ്ധാരണകളോ ദേഷ്യമോ ഇഷ്ടക്കേടോ ഇറിറ്റേഷനോ ഒക്കെ വന്നെന്ന് വരാം. അങ്ങനെ വരുമ്പോൾ നാം അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ എന്തു ചെയ്യണം? അത് ക്ഷമിക്കണം. ഈ 3-ാം അധ്യായത്തിൽ തന്നെ, ഈ കൊലോസ്യർ 3 തന്നെ 19-ാമത്തെ വാക്യത്തിൽ, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കുകയും അരുത്. പ്രിയപ്പെട്ടവരെ, ഭാര്യയെ അടിക്കരുതെന്ന് വേദപുസ്തകത്തിൽ വാക്കിയില്ല അല്ലേ? അതുകൊണ്ടാണ് ചില ഭർത്താക്കന്മാരൊക്കെ അടിക്കുന്നത്. വേദപുസ്തകത്തിലില്ലല്ലോ അല്ലേ? എന്തുകൊണ്ടാണ് അടിക്കരുതെന്ന് വാക്കിയില്ലാതെ? ഭാര്യയെ തല്ലരുത് എന്ന് വാക്കിയില്ല. എന്തുകൊണ്ടാണ് ഇല്ലാതെ? ഭാര്യയോട് കയ്പ് മനസ്സിപ്പോലും പാടില്ലെന്ന് വാക്യമുണ്ട്. അപ്പോൾ പിന്നെ അടിക്കരുതെന്ന് വാക്യം വേണോ? എപ്പോഴാണ് ഈ അടിക്കുന്നത്? മനസ്സിലെ കയ്പ് വർദ്ധിച്ച് സഹിക്കാൻ മേലാതെ വരുമ്പോഴാണ് അടിക്കുന്നത്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അടിക്കരുതെന്നോ തല്ലരുതെന്നോ ഒന്നുമല്ല. ഭാര്യയോട് ഹൃദയത്തിൽ കയ്പ് വന്നു പോകാൻ സാധ്യതയുണ്ട്. ഭാര്യമാർക്കും വരും ചിലപ്പം. അന്യോന്യം മനസ്സിൽ കയ്പ് വന്നു പോകാം. നമുക്കെല്ലാവർക്കും വന്നു പോകാം. അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യണം? ഉടനടി ദൈവസന്നിധിയിൽ അത് ഏറ്റു പറഞ്ഞ് സെറ്റിൽ ചെയ്യണം. ഒരു കയ്പും വരാത്ത ജീവിതമല്ല നമ്മുടെ ജീവിതം. എനിക്കൊരിക്കലും ദേഷ്യം വരത്തില്ല, എനിക്കൊരിക്കലും ഒരു ഇറിറ്റേഷനും വരത്തില്ല എന്നാരും പറയല്ലേ. നമുക്കൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ അതിനെ ഒരിക്കലും എൻ്റർടൈൻ ചെയ്യരുത്, അതിനെ പ്രോത്സാഹിപ്പിക്കരുത്.
അതിന് അനുവാദം കൊടുത്താൽ പാപമായി. എൻ്റെ ഹൃദയത്തിലൊരു കയ്പ് വന്നുപോയി എന്നുള്ളതുകൊണ്ട് അത് പാപമല്ല. ആ കയ്പ് ഞാൻ അംഗീകരിച്ചാൽ, അതിന് അനുവാദം കൊടുത്താൽ, അതിനോട് യേശു പറഞ്ഞാൽ ഞാൻ പാപം ചെയ്തു. അത് ദൈവസന്നിധിയിൽ ഞാൻ ഏറ്റുപറയണം. 1 യോഹന്നാൻ 1:9 പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മോട് ക്ഷമിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദേഷ്യമോ പിണക്കമോ തെറ്റായ ചിന്തയോ അസൂയോ ഒക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? വരുമ്പോൾ നോ, എനിക്കിത് വേണ്ട, ഐ റെഫ്യൂസ് ടു എൻ്റർടൈൻ ഇറ്റ് എന്ന് പറഞ്ഞ് അതിനെ ഓടിക്കണം. ഇനി വല്ല കാരണവശാൽ നാം അതിനെ ഹൃദയത്തിൽ അംഗീകരിച്ചാൽ, അതിനെ എൻ്റർടൈൻ ചെയ്താൽ, അത് മനസ്സിലാകുന്ന ഉടനെ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയണം. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ പോലും ഭാര്യയോടോ ഭർത്താവിനോടോ യാതൊരു കയ്പും നാം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഹൃദയത്തിൽ കയ്പ് വരാം, പക്ഷേ വന്നാലുടനെ അത് ക്ലിയർ ചെയ്തോണം. എത്ര നല്ല പ്രമാണമല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്യോന്യം ക്ഷമിക്കണം. ഈ ലോകത്തിൽ തെറ്റ് ചെയ്യാത്ത ആരുമില്ല, കർത്താവ് മാത്രമേ ഉള്ളൂ തെറ്റ് ചെയ്യാത്ത. ഗോഡ് ഈസ് ദി ഓൺലി വൺ ഹു ഇസ് പെർഫെക്റ്റ്. ദർ ഇസ് നോ പെർഫെക്റ്റ് ഹസ്ബൻഡ് ഓർ പെർഫെക്റ്റ് വൈഫ് ഇൻ ദ വേൾഡ്. പരിപൂർണനായ ഭാര്യയും പരിപൂർണനായ ഭർത്താവും ലോകത്തിലില്ല. എന്നാൽ നമ്മുടെ കുറവുകൾ നാം കാണുമ്പോൾ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുകയും അത് കറക്റ്റ് ചെയ്യുകയും ആ കുറവുകളെ നാം പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ചെയ്യണം. ദൈവം നമ്മോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. കർത്താവ് ക്ഷമിച്ച പോലെ. കർത്താവ് ഇത്രയും നാളായിട്ട് നമ്മളോട് എത്ര പ്രാവശ്യം ക്ഷമിച്ചു കാണും? കണക്കുണ്ടോ ആരുടെയും കയ്യിൽ? ഉണ്ടോ? ഈ വർഷം തുടങ്ങിയ പിന്നെ തന്നെ എത്ര പ്രാവശ്യം ക്ഷമിച്ച് കാണും? ഇപ്പം മെയ് ആയുള്ളൂ, 4-5 മാസമേ ആയുള്ളൂ. 24 എത്ര പ്രാവശ്യം ക്ഷമിച്ച് കാണും? ഇവിടെ പറയുന്നത് കർത്താവ് ക്ഷമിച്ച പോലെ ക്ഷമിക്കണമെന്നാണ്. ഒരു കാര്യം ഓർക്കണം, യു വിൽ നെവർ ഹാവ് ടു ഫൊർഗിവ് അനദർ ഹ്യൂമൻ ബീയിങ് ആസ് മച്ച് ആസ് ഗോഡ് ഹസ് ഫൊർഗിവൺ യു. ദൈവം നമ്മോട് ക്ഷമിക്കുന്ന അത്രയും ലോകത്തിൽ വേറെ ഒരു മനുഷ്യനോടും നമുക്ക് ക്ഷമിക്കേണ്ടി വരത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് എത്ര പ്രാവശ്യം ക്ഷമിച്ച് കാണും? ഒരു 20 പ്രാവശ്യം ക്ഷമിച്ച് കാണുമോ? അല്ലെ പോട്ടെ, ഒരു 50 പ്രാവശ്യം ക്ഷമിച്ച് കാണുമോ? അല്ലേ? അത് കൂടുതൽ ക്ഷമിച്ച് കാണുമോ? സാധ്യതയില്ല. കർത്താവ് എത്ര പ്രാവശ്യം ക്ഷമിച്ചു നമ്മളോട്? യാതൊരു കണക്കുമില്ല, അല്ലേ? അപ്പോൾ കർത്താവ് ക്ഷമിച്ചതുപോലെ നാം അന്യോന്യം ക്ഷമിക്കണം. കുടുംബജീവിതത്തിൽ തർക്കത്തിനും വഴക്കിനും വാദത്തിനും സ്ഥാനമില്ല. നമ്മൾ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരാം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അത് കലഹമാകാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കണം. ചിലപ്പോൾ ഒരേ കാര്യം തന്നെ പറഞ്ഞ് നമ്മൾ വഴക്കുണ്ടാക്കും. രണ്ടുപേരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, എന്നിട്ടും വഴക്കുണ്ടാക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പറയാം, ഓ അത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഏതെങ്കിലും വിഷയമാട്ടെ, അത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഭാര്യ പറയാം, അല്ലല്ല അത് തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? അത് തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഭർത്താവ് എന്താ പറഞ്ഞേ? അത് തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കുറച്ച് വ്യത്യാസമുണ്ട്, അല്ലേ എൻ്റെ അർത്ഥം? ഭാര്യ പറഞ്ഞാൽ എന്താ? അത് തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഭർത്താവ് പറഞ്ഞു, ഭാര്യ പറഞ്ഞു ഒന്ന് തന്നെയാണ്. അത് തമ്മിൽ വലിയ വ്യത്യാസമില്ല ഒരാൾ പറഞ്ഞു, മറ്റേ ആൾ പറഞ്ഞു അല്ലല്ല അത് തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് രണ്ടുപേരും പറഞ്ഞു ഒന്ന് തന്നെയാണ്, വലിയ വ്യത്യാസമില്ലെന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നാ. എന്നിട്ട് അത് പറഞ്ഞ് വഴക്കുണ്ടാക്കുക. അല്ലല്ല ഇത് തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ. നിങ്ങൾ രണ്ടുപേരും ഒരേ കാര്യമാണ് പറയുന്നത്, പിന്നെ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചൊല്ലി തർക്കിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അനുദിനം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചൊല്ലി നമ്മൾ വഴക്കടിക്കരുത്. ആവശ്യമുള്ള കാര്യം ചൊല്ലി വഴക്കടിക്കാമെന്നല്ല അതിൻ്റെ അർത്ഥം. പലപ്പോഴും നമ്മൾ പിണങ്ങുന്നത് നിസ്സാര കാര്യത്തിനാണ്. ഇതിലെ ടൗണിലോട്ട് പോകാനുള്ള അടുത്ത ബസ് എത്ര മണിക്കാണ്? അപ്പോൾ ഭർത്താവ് പറയാം, അത് 2 മണിക്ക്. ഭാര്യ പറയാം 2 മണിക്കോ? ഞാൻ എല്ലാ ദിവസവും കാണുന്ന അടുക്കളയിൽ നിന്ന് 1:45 ബസ്, അല്ല 2 മണിക്കൊന്നുമല്ല. ഭർത്താവ് പറയാം, എന്തോ 1:45, ഞാനും കാണുന്ന 2 മണിക്കാ ബസ് പോകുന്നത്. ഭാര്യ പറഞ്ഞു 2-നല്ലെന്നേ 1:45 പോകുന്നത്. അതിനെ ചൊല്ലി രണ്ടുപേരും കൂടെ വഴക്കായി. ബസ് 1:50 പോവുകയും ചെയ്തു. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ?
അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ പറയണം, ബസ് എപ്പോഴേലും പോട്ടെ, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് പറയണം. അപ്പോൾ പ്രശ്നം തീർന്നു. ബസ് പോവുമോ പോകാതിരിക്കുമോ എന്ത് വേണേലും ചെയ്തോട്ടെ, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. ഇതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. ലേൺ ടു ഫൊർഗീവ് വൺ അനദർ. പിന്നെ നമ്മൾ തമ്മിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് വാദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വാദം ജയിച്ചെന്ന് വരും, പക്ഷെ ആളെ നഷ്ടപ്പെടും. വി മേ വിൻ ദി ആർഗ്യുമെൻറ്റ് ബട്ട് ലൂസ് ദ പേഴ്സൺ. അങ്ങനെ വരല്ല. കർത്താവ് നമ്മളോട് പറഞ്ഞത് ലോകം മുഴുവൻ പോയി എല്ലാ ആർഗ്യുമെൻറ്റും ജയിക്കാനല്ല. കർത്താവ് പറഞ്ഞത് ഗോ ആൻഡ് വിൻ പീപ്പിൾ. അപ്പോൾ ആർഗ്യുമെൻ്റ് ജയിക്കാൻ ഒരിക്കലും നോക്കരുത്. ഞാൻ പിടിച്ചത് കറക്റ്റെന്ന് പറയാനായിട്ട് എന്തറ്റം വരെയും ആളുകൾ പോകും. അതിന് ശ്രമിക്കരുത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ സാരമില്ല, അതങ്ങനാണെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ആ കാര്യം വിടണം. ആവശ്യമില്ലാതെ തർക്കിച്ച് നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും കൂട്ടായ്മയും നഷ്ടപ്പെടുത്താനായിട്ടിടയാകരുത്. ബി വില്ലിങ് ടു ബിക്കം ദ ലൂസിങ് പാർട്ടി. തോക്കുന്ന പാർട്ടിയാകാൻ നിങ്ങൾക്ക് മനസ്സുണ്ടായിരിക്കണം. ഓക്കെ, ഞാൻ തോക്കുന്ന പാർട്ടി ആയേക്കാം, ഞാൻ തോറ്റിരിക്കുന്നു, എൻ്റെ വാദം തോറ്റു എന്ന് പറഞ്ഞാൽ പിന്നെ വഴക്കില്ല. നമ്മുടെ അനുദിന ജീവിതത്തിൽ എത്രയോ ചെറിയ കാര്യങ്ങൾക്ക്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ വഴക്കുണ്ടാക്കുന്നു. ഒരു കാര്യം ഓർക്കണം, വിവാഹമെന്ന് പറയുന്നത് ഒരുമിച്ചുള്ള ടീം വർക്കാണ്. ഇൻ എ ടീം വർക്ക് ദർ ഈസ് നോ പേഴ്സണൽ ട്രയംഫ്. യു വിൻ ആസ് എ ടീം ഓർ യു ലൂസ് ആസ് എ ടീം. ഇന്ത്യയും പാകിസ്ഥാനും കൂടെ കളിയാണ്. ഇന്ത്യ ജയിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 100 റൺസ് എടുത്തവൻ ജയിച്ചെന്നല്ല. ഒരുത്തൻ ചിലപ്പോൾ 200 റൺസ് എടുത്ത് കാണും, പക്ഷെ അവൻ പറയുന്നത് ഞാൻ ജയിച്ചെന്നല്ല, പിന്നെ ഇന്ത്യ ജയിച്ചെന്നാണ്. പേഴ്സണൽ ട്രയംഫ് ഇല്ല. കുടുംബജീവിതത്തിലും ഞാൻ ജയിച്ചു, ഭാര്യ തോറ്റു, അവളെ അടിച്ച് ഞാൻ ഇരുത്തി, അങ്ങനെ പറയില്ല. യു വിൻ ടുഗെദർ ഓർ യു ലൂസ് ടുഗെദർ. ഒന്നുകിൽ നിങ്ങൾ ഒരുമിച്ച് ജയിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് തോക്കുന്നു. പേഴ്സണൽ ട്രയംഫ് എന്നൊരു കാര്യം കുടുംബജീവിതത്തിൽ ഇല്ല. അപ്പം നമുക്ക് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർക്കുക. അക്സെപ്റ്റ് വൺ അനദർ, അന്യോന്യം സ്വീകരിക്കണം. അണ്ടർസ്റ്റാൻഡ് വൺ അനദർ, അന്യോന്യം മനസ്സിലാക്കി ഏർപ്പെടണം. സെർവ് വൺ അനദർ, അന്യോന്യം പ്രസാദിപ്പിക്കണം അല്ലെങ്കിൽ സേവിക്കണം. ലവ് വൺ അനദർ, അന്യോന്യം സ്നേഹിക്കണം. ഫൊർഗീവ് വൺ അനദർ, അന്യോന്യം ക്ഷമിക്കണം. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം വേദപുസ്തക പ്രമാണങ്ങളാണ്. ഈ പ്രമാണങ്ങൾ നാം എന്തുമാത്രം അനുസരിക്കുമോ അത്രയും സന്തോഷവും സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. യോഹന്നാൻ 10:10 കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രയും ഞാൻ വന്നത്. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, പാർട്ട് ഓഫ് ദാറ്റ് അബണ്ടൻസ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് ഇൻ അവർ ഫാമിലി ലൈഫ്. ആ സമൃദ്ധി എന്ന് പറയുന്നതിൽ ഒരു ഭാഗം നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെ പൊത്തുവരുത്തത്തിന് എങ്ങനെയാലും ജീവിച്ചു പോകുക എന്നുള്ളതല്ല, ദൈവമക്കളുടെ നിലയ്ക്ക് സമൃദ്ധമായ കുടുംബജീവിതം ഈ പ്രമാണങ്ങൾ അനുസരിച്ച് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പരനേ, നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. പരനേ, നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. എന്നു വരും നീ, എപ്പോൾ വരും നീ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. പരനേ, നിന്നെ കാൺമാൻ എനിക്കധികം